താൻ മറ്റുള്ളവരെ പറ്റിച്ചുണ്ടാക്കിയ മുതലാ ഞങ്ങൾക്ക് വേണ്ടത്. ആ പാവം പയ്യനോട് ഞാനും എന്റെ മോളും പിന്നീട് സോറി പറഞ്ഞോളാം. ഇപ്പൊ പോയാട്ടെ. ഗുഡ് ബൈ. സാറ് ചെയ്തു തന്ന ഈ ഉപകാരത്തിന് എന്ത് പകരം തരണമെന്ന് എനിക്കറിയില്ല. നോക്കൂ, നിങ്ങളുടെ ഈ നല്ല മനസ്സ് തന്നെയാണ് അതിനുള്ള പ്രത്യുപകാരം. ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം നമുക്ക് കിട്ടാനുള്ളത് കിട്ടിയിരിക്കും. അതാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം. എന്ന് പിടിക്കുക. ഒരു മിനിറ്റ്. ആ രാജാറാം, ശരി, ഓക്കെ, ബൈ. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഒരുപാട് ജോലി ബാക്കിയുണ്ട്, പോണം. സാർ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് സാറിപ്പോ ഞങ്ങളുടെ വീട്ടിലൊരു അംഗത്തെ പോലെയാ. സാറ് പോകുന്നു പറഞ്ഞപ്പോ വലിയ വിഷമം തോന്നുന്നുണ്ട് സാർ. സരോജമ്മ വിഷമിക്കണ്ട, ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വന്നോളാം. നിങ്ങൾ വിളിച്ചാൽ മതി. സാർ വേറൊന്നും വിചാരിക്കരുത്. സാറിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ സാറ് ചെയ്തു തന്ന ഉപകാരത്തിന് പകരമായി ഒരു ദിവസം ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ വരണം. പിന്നെന്താ, ഞാൻ വരാം. എന്നാണെന്ന് പറഞ്ഞോളൂ. നാളെ തന്നെ ആയാലോ സാർ, നമുക്ക് താമസിപ്പിക്കണ്ട. ഓഹോ ശരി, നാളെ സമയം എന്നെ ഫോണിൽ വിളിച്ചറിയിച്ചാൽ മതി. ശരി സാർ. ശരി, ഞാൻ ഇറങ്ങട്ടെ. ശരി, ഓക്കെ. എന്താ ഇത്ര അത്യാവശ്യമായിട്ട് നീ കാണണമെന്ന് പറഞ്ഞ? രവി, നീ ഇല്ലാതെ ഓഫീസിലെ കാര്യങ്ങളെല്ലാം ആകെ താളം തെറ്റിയിരിക്കുക. ഇനി നിന്റെ ഈ മുങ്ങി നടക്കാൻ എത്ര നാളത്തേക്കെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇനി ഒരേ ഒരു ദിവസം കൂടി മാത്രം, അതിനുശേഷം ഞാൻ ഓഫീസിലുണ്ടാവും, ഉറപ്പാ. ശാരദേന്ദു പോലെ എന്റെ വാനിലെന്നുമേ കെടാതെ വന്നു പുഞ്ചിരിച്ചു നീ. കുഞ്ഞു പൂവിനെ വസന്തമുമ്മ വയ്ക്കവേ ഉള്ളിലാകെ നിന്റെ ഓർമ്മയായി. നിലാവു മഞ്ഞിനെ പുണർന്നു നിന്നൊരി മണൽ തടങ്ങളിൽ തിരഞ്ഞു വന്നു ഞാൻ. നിൻമുഖം വിമുഖമായി എന്റെ ജീവരാഗമൊന്നു നീ അറിഞ്ഞു.
കേൾക്കാതെ കാത്തിരിക്കേ കാറ്റിൽ ജനൽ പാളികൾ താനേ തുറക്കുന്നുവോ മണ്ണിൽ മഴച്ചാറ്റലിൻ ഗന്ധം പരക്കുന്നുവോ സാർ ഇന്നത്തെ തീയതി ഏതാണെന്ന് ഓർമ്മയുണ്ടോ സാറിന്? എന്താ രാജാറാം അങ്ങനൊരു ചോദ്യം? ഇപ്പോ കലണ്ടറൊന്നും നോക്കാറില്ലേ? നോക്കാറുണ്ട്. ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ച് വലിയ പ്രത്യേകതകളൊന്നുമില്ല. പക്ഷേ സാറിന് അങ്ങനെയല്ല എന്ന് തോന്നി, അതാ ചോദിച്ചത്. ഓർമ്മയില്ലെങ്കിൽ ഞാനൊരു ചെറിയ സാധനം കാണിക്കാം. അത് കണ്ടാലെങ്കിലും ഓർത്താ മതി. ഇന്ന് ആരുടെങ്കിലും ബർത്ത്ഡേ ആണോ? അത് സുദർശൻ, സരോജം, ശ്രീലക്ഷ്മി ഇവരുടെ ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണോ എന്ന് ആദ്യം ഒന്ന് ആലോചിച്ച് നോക്ക്. നിനക്കിപ്പോ അവരുടെ കാര്യങ്ങളിലാണല്ലോ കൂടുതൽ ശ്രദ്ധ. അപ്പൊ ഓർമ്മ കാണാതിരിക്കാൻ വഴിയില്ല. രാജാറാം, പിന്നല്ലാതെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ആര് മറന്നാലും രവിചന്ദ്രൻ മാത്രം മറക്കാറില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനെ മാറിപ്പോയലോടാ നിന്റെ ജന്മം. ഹലോ ചേട്ടായി. Oh my God, it's 9 September. രഘുവിന്റെ ബർത്ത്ഡേ. Oh shit. How can I forget it? വലിയൊരു അബദ്ധമാണല്ലോ എനിക്ക് പറ്റിയത്. ഇപ്പൊ അവൻ എവിടെ ഉണ്ട്? ഓഫീസിൽ. നമ്മളിപ്പോ അവിടേക്കാ പോകുന്നത്. വിത്ത് ദിസ് ഗിഫ്റ്റ് ആൻഡ് യുവർ ഫോർമൽ വൈറ്റ് കോട്ട്. താങ്ക് യു. അതെ, ഇന്നൊരു ബാച്ചിലർ പാർട്ടി ഉണ്ടായിരുന്നല്ലോ. ഇവിടുന്ന് സമയത്തിനല്ലോ പോകാൻ പറ്റുമോ? മണി 8 കഴിഞ്ഞു. നീ എന്തായി പറയുന്ന? എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. ഇന്നൊരല്പം ലേറ്റ് ആയിട്ട് പോയാ മതി. രഘുവർമൻ സാറിന് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ ബാക്കിയുള്ളവരെല്ലാരും പോയിട്ടും ഞങ്ങൾ കുറച്ചുപേര് ഇവിടെ നിൽക്കുന്നത്. സാൻഡ്ര മാഡം, രവിവർമൻ സാറ് ഉടനെ എത്തുമല്ലോ അല്ലേ? വരൂ ഉമ്മ മാഡം. രാജാറാം സാറ് രവിവർമൻ സാറിനെ കൂട്ടാൻ പോയിരിക്കുക. അല്ല,
അത് ഓൾമോസ്റ്റ് നമ്മൾ പ്രതീക്ഷിച്ച എല്ലാരും എത്തിക്കഴിഞ്ഞു. അതാ ഞാൻ ചോദിച്ചത്. വരും വരും, ഹിൽ ബി ഹിയർ സൂൺ. ശരി. ശ്യാം, മാഡം. എല്ലാ അറേഞ്ച്മെന്റ്സും അവിടെ റെഡി ആണല്ലോ അല്ലേ? യെസ് മാഡം, എല്ലാം റെഡിയാണ്. അതെ, സാർ വന്നു. സാർ വന്നു. ഹലോ എവരിബഡി, ഗുഡ് ഈവനിങ്. ഗുഡ് ഗുഡ് ഈവനിങ് ഈവനിങ് സർ. എല്ലാവർക്കും സുഖമല്ലേ? വി ആർ ഓൾ ഫൈൻ സർ. സാറിന്റെ ഒരു ആബ്സെൻസിന്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ കുറവ് നാളെ മുതൽ ഉണ്ടാകില്ല. ഐ ആം വെരി മച്ച് ഹിയർ. നാളെ മുതൽ ഹെഡ് മാസ്റ്റർ പോലെ ഒരു ചൂരൽ വടിയായിട്ട് ഞാൻ ഈ കോറിഡോറിൽ തന്നെ ഉണ്ടാവും. എന്നാ പിന്നെ നാളെ മുതൽ നമുക്ക് സ്കൂൾ കുട്ടികളെ പോലെ നിക്കർ മാസ്ക് ഇട്ടിട്ട് വന്നാലോ? Okay. എന്തോടെ നടക്കുന്നത്? എന്തിനാ എല്ലാവരും കൂടിയിരിക്കുന്നത്? ഒരു ഡിസിപ്ലിൻ ഇല്ലേ ഈ ഓഫീസിന്? ഹലോ ബർത്ത്ഡേ ബോയ്. ആ ചേട്ടായി, Good evening, Ravi. And many, many happy returns of the day. താങ്ക് യു ചേട്ടായി, താങ്ക് യു സോ മച്ച്. Come on. ഇത്രയും സമയമായിട്ടും ചേട്ടായി എന്നെ വിളിച്ച് ആശംസ പറയാത്ത എന്താന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സാറിനൊരു സർപ്രൈസ് തരാന് രവിവർമ്മൻ സാർ ലേറ്റ് ആയിട്ട് വന്നത്. കൂടാതെ ഉഗ്രൻ ഒരു പാർട്ടിയും സാർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആഹാ, പാർട്ടിയോ? വാവ്, താങ്ക് യു ചേട്ടായി, താങ്ക് യു വെരി മച്ച്. ചേട്ടായി എന്റെ ബർത്ത്ഡേ മറക്കില്ലെന്ന് എനിക്കറിയായിരുന്നു. സാൻഡ്ര, എന്താ കാര്യങ്ങൾ? എവറിത്തിങ് ഈസ് റെഡി സർ. വരൂ, പ്ലീസ് കം. Come on. കേക്ക് റെഡിയാണല്ലോ. താങ്ക് യു വെരി മച്ച് സാൻഡ്ര. ഓ, ഇതൊക്കെ എപ്പോ വാങ്ങിച്ചു നിങ്ങള്? അതെന്തിനാ നീ അറിയുന്നത്? ഇനി നീ ഇത് മുറിച്ചാ മതി. ഷുവർ ചേട്ടായി, ഷുവർ. Take the knife. ഈ കേക്ക് ആരാ വാങ്ങിച്ചത്? സർ, ഞാനാണ് വാങ്ങിയത്. എന്തുപറ്റി സർ? എനി പ്രോബ്ലം? രഘുചന്ദ്ര വർമ്മൻ എന്നതിന് പകരം രഘുചന്ദ്ര ബർമൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. I love it. Good, Sandra. Very good. താങ്ക് യു സർ. എനിക്കറിയായിരുന്നു സർ ഇത് തന്നെ പ്രിഫർ ചെയ്യുമെന്ന്. എക്സാക്ട്ലി. ചേട്ടായി കണ്ടോ, ഞാൻ എന്റെ പേരിന്റെ സ്പെല്ലിംഗ് മാറ്റിയത് സാന്ദ്രയാണ് ഇപ്പോൾ ആദ്യമായി പബ്ലിക്കിന് മുന്നിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഷീ ഈസ് വെരി സ്മാർട്ട്. Let's start. Yeah. ചേട്ടായി
രാജാറാം, രഘു, നിന്റെ ബർത്ത്ഡേക്ക് എന്റെ വക ഒരു ചെറിയ ഗിഫ്റ്റ്. ദാ. കമോൺ ചേട്ടായി, എന്തിനിതൊക്കെ വാങ്ങിയത്? ചേട്ടായി വന്നത് തന്നെ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. ഐ ആം ബ്ലെസ്ഡ്. വൺസ് അഗൈൻ താങ്ക് യു ചേട്ടായി. ഏതായാലും ഇത് ഞാൻ പിന്നീട് ഓപ്പൺ ചെയ്യാം. ബൈ ദ ബൈ, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഐ വിൽ ഷോ യു. നജീബ്. യെസ് സർ. എന്റെ ക്യാബിനിൽ ഒരു ബോക്സ് ഇരിപ്പുണ്ട്, പോയി അതെടുത്തോണ്ട് വരൂ. ഓക്കെ സർ. നജീബ്, ഇതെടുത്തോണ്ട് പോയി കട്ട് ചെയ്തോണ്ട് വാ. ശരി സർ. ആ. സർ. രഘു, എന്താ ഇത്? ചേട്ടായി, ഇതൊരു അത്ഭുത മെഷീനാണ്. മാജിക് മെഷീൻ എന്നും പറയാം. മാജിക് മെഷീനോ എന്ന് വെച്ചാ? പറയാം. വെയിറ്റ്. പക്ഷെ അതിനു മുമ്പായി എല്ലാവരോടുമായി എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈ ലോകത്ത് ഓരോ മനുഷ്യനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവുണ്ട്. എന്താണത്? ഓക്കെ, ഉമാദേവി മാഡം പറയൂ ഉത്തരം. സർ, എന്റെ അഭിപ്രായത്തില് ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടത് പീസ് ഓഫ് മൈൻഡ് ആണ്, സമാധാനം. നോട്ട് എക്സാക്ട്ലി. ജോൺ പറഞ്ഞ കേക്കട്ടെ. സത്യസന്ധതയാണ് സർ. ഒരാളെപ്പോഴും ഹോണസ്റ്റ് ആയിരിക്കണം. നോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. സാന്ദ്ര, now it's your turn. Well, I guess it's money, sir. ഇന്നത്തെ ലോകത്ത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പണം തന്നെയാണ് പ്രധാനം. പണമില്ലാത്തവൻ പിണമാണെന്നൊരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്. എക്സാക്ട്ലി സാന്ദ്ര, പെർഫെക്റ്റ് ആൻസർ. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയുന്നത് അതാണ്. യു സെഡ് ഇറ്റ് വെൽ. പണം ഉണ്ടെങ്കിൽ പീസ് ഓഫ് മൈൻഡ്, ഹോണസ്റ്റി എല്ലാം അതിനോടൊപ്പം തന്നെ വന്നോളും. അതുകൊണ്ട് ആ പണത്തെ തന്നെ പ്രിന്റ് ചെയ്യുന്ന ഒരു കൊച്ചു മെഷീനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. The magic money machine. Triple M. ചേട്ടായി, ഹൗ ഇസ് ഇറ്റ്? ഇറ്റ്സ് മാർവലസ് ഇൻവെൻഷൻ. ഇന്ത്യയിൽ ഇത് സ്വന്തമാക്കിയ ആദ്യത്തെ ആൾ ഈ ഞാനാണ്, രഘു ചന്ദ്ര ബർമൻ.
സത്യമായിട്ട് ഇത് നോട്ട് പ്രിന്റ് ചെയ്യുന്ന മെഷീൻ ആണോ? ഐ കാൻ ബിലീവ് ദിസ്. ബട്ട് യു ഹാവ് ടു. കാണിച്ചു തരാം ഞാൻ ഇതിന്റെ പ്രവർത്തനം. നോക്കിക്കോ. Come on, come on, come on, come on! Dun, dun, dun.